കൂട്ടുകാരെ, അക്ഷരമുറ്റം ക്വിസ് 2026 വേണ്ടി തയ്യാറാകാം. കഴിഞ്ഞ വർഷത്തെ മെഗാ ഫൈനൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൈം മാഗസിൻ 2025 കിഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജ ആരാണ്? തേജസ്വി മനോജ്. 17കാരിയായ തേജസ്വി മനോജ് പ്രായമായ ആളുകളെ ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. 2025 ഇന്ത്യ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ച വ്യക്തി ആരാണ്? ഒസാമു സുസുക്കി. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ ആയിരുന്നു ഇദ്ദേഹം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് പ്രകാരം 115.6 മില്ലിമീറ്റർ തൊട്ട് 204.4 മില്ലിമീറ്റർ വരെ മഴ കാണുമ്പോൾ പ്രഖ്യാപിക്കുന്ന അലേർട്ട്. ഉത്തരം ഓറഞ്ച് അലേർട്ട്. 204.5 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. പഠിപ്പു തന്നെ മനുജനു ഭൂഷണം, ഉടുപ്പുഭൂഷാദികളൊന്നുമല്ല പ്രധാനം, മിടുക്കരായിട്ട് വരണമെങ്കിൽ മടിച്ചിടാതങ്ങു പഠിച്ചുകൊള്ളുവിൻ. ആരുടെ വരികൾ? ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹം നിരീശ്വരവാദികളുടെ ഗുരു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്തെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയായിരുന്നു? ഉത്തരം 75 രൂപ. 75ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണ് ഇത് പുറത്തിറക്കിയത്. ഇതിൻ്റെ ഒരു വശത്ത് അശോകസ്തംഭവും മറുവശത്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ രൂപവും ഉണ്ട്. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച നിസാർ ഉപഗ്രഹ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറായ മലയാളി ആരായിരുന്നു? തോമസ് കുര്യൻ. നിസാർ ഡബിൾ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന ആദ്യത്തെ റഡാർ സാറ്റലൈറ്റ് ആണ്.